ചെന്നൈയിൽ നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് അടുത്തിടെ ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നു. 3000-ലധികം ആളുകൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വർഷങ്ങളായി വിജയ് ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട്. ഇപ്പോഴിതാ വിജയ് നടത്തിയ ഇഫ്താർ വിരുന്നിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ അവമാനിച്ചു എന്നാരോപിച്ചാണ് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. മതവികാരം വ്രണപ്പെടുത്തിയതിന് വിജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാന ട്രഷററായ സെയ്ദ് ഹൗസാണ് പരാതി നൽകിയത്. വിജയ് നടത്തിയ ഇഫ്താർ പരിപാടിയിൽ അധികവും അധിക്ഷേപകരവും മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഗൗസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. നോമ്പുതുറയുമായോ ഇസ്ലാമിക് ആചാരങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ മദ്യപാനികളെയും റൌഡികളെയും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്നും അത് ഇഫ്താറിന്റെ പവിത്രതയെ അവമാനിക്കുന്നതാണെന്നും ഇയാൾ ആരോപിക്കുന്നു. അവരുടെ പങ്കാളിത്തവും മുസ്ലിങ്ങളുടെ അനാദരവും അരോചകമായിരുന്നുവെന്നും ഗൗസ് ആരോപിച്ചു. പരിപാടിക്ക് ശരിയായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ വിജയ് പരാജയപ്പെട്ടുവെന്നും പങ്കെടുത്തവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. വിക്രം വണ്ടിയിൽ ഒക്ടോബറിൽ നടന്ന വിജയുടെ പരിപാടിയിൽ ആദ്യ രാഷ്ട്രീയ റാലിയും സമാനമായ ഒരു സംഭവം നടന്നതായി ഗൗസ് ആരോപിച്ചു. മോശം ആസൂത്രണം കാരണം പങ്കെടുത്തവരിൽ പലരും കുടിവെള്ളം ലഭിച്ചില്ലെന്നും ചിലർ നിർജ്ജലീകരണം മൂലം ബോധരഹിതരായെന്നും അദ്ദേഹം ആരോപിച്ചു. ഇഫ്താർ പരിപാടിയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന മോശം പെരുമാറ്റത്തിൽ നടന് യാതൊരു പശ്ചാത്താപവുമില്ലെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മതപരമായ പരിപാടിയിൽ പങ്കെടുത്തതിലെ വിജയിന്റെ ആത്മാർത്ഥതയെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഇസ്ലാമിക പാരമ്പര്യത്തോടെയുള്ള യഥാർത്ഥ ബഹുമാനത്തോടെ നയിക്കപ്പെടേണ്ട ഒരാൾ രാഷ്ട്രീയ പ്രേരിതമായാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെന്നും തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ ആരോപിച്ചു. മുസ്ലിം സമൂഹത്തിന് ആഴത്തുള്ള മുറിവേൽപ്പിച്ച പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾ നിയമ നടപടിക്ക് ഇറങ്ങിയതെന്നും അല്ലാതെ പബ്ലിസിറ്റിക്കല്ലെന്നും സെയ്ദ് ഗൗസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. Ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.